ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷെങ്കിൽ ഇപ്പോഴാണ് അതിനൊരു യഥാർത്ഥമായിട്ടൊരു അവസരം ഇപ്പോഴാണ് ഉരുത്തിരിഞ്ഞത്. അതായത് ഇന്നലത്തെ മലയാള മനോരമയുടെ പ്രധാന ന്യൂസിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതിൻ്റെ മുഖ പേജിൽ ഒരു പ്രധാന വാർത്തയായിരുന്നു. ഇന്നലത്തെ പ്രധാന വാർത്ത അതായിരുന്നു. ഓപ്പൺ ബുക്ക് എക്സാം സിസ്റ്റം കൊണ്ടുവന്നേക്കും. നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതായത് വിദ്യാർത്ഥികൾക്ക് അപ്പോൾ അവർ പരീക്ഷണ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മേഖല പരീക്ഷിക്കാൻ പോകുന്നത് ഓപ്പൺ ബുക്ക് എക്സാം, പാഠപുസ്തകങ്ങൾ നോക്കി തന്നെ അവർക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതാം. അതൊരു വലിയൊരു സംഭവമാണ്. ഇതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കുവാനുള്ളത്. അത് അപ്പോൾ ചോദിച്ചേക്കാം നിങ്ങൾക്ക് അതും ഇവിടുത്തെ ഈ മതവുമായിട്ട് എന്താണ് ബന്ധമുണ്ട്? അതിന് ധാരാളം ബന്ധമുണ്ട്. ഇന്നേക്ക് എനിക്ക് തോന്നുന്നു 98 ആ കാലഘട്ടത്തിൽ 99 കാലഘട്ടത്തിൽ ഞാൻ സൺഡേ സ്കൂൾ ബഹ്റൈനിൽ കുറച്ച് ദിവസം യൂത്ത് ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ കർത്താവായ യേശുവിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ക്രിസ്തു മതത്തിനെ കുറിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളിൽ യേശുവിനെ കുറിച്ചുള്ളതായ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു അറിവ് നമ്മൾ പകരുവാൻ നമ്മുടെ ഇപ്പോഴത്തെ ഈ കറന്റ് സൺഡേ സ്കൂൾ സിലബസ് സിസ്റ്റം അല്പം പോലും ഉപകരിക്കത്തില്ല. അല്പം പോലും. എന്തിനു പറയുന്നു? വാസ്തവമായി പറഞ്ഞാൽ സൺഡേ സ്കൂൾ പഠിച്ച് ബോധോദയമുണ്ടായി, പാപബോധമുണ്ടായി, സ്നാനമെടുത്തതായ ഒരൊറ്റ കുട്ടികളും കാണത്തില്ല. നോ. കാരണം സൺഡേ സ്കൂളിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ വളരെ ധാരാളം നമുക്ക് പ്രൊഫസേഴ്സ്, ടീച്ചേഴ്സ്, ഹെഡ് മാസ്റ്റേഴ്സ് ഒക്കെ അടങ്ങിയ വലിയ ലെക്ചർമാരും ഒക്കെ അടങ്ങിയ വിദ്യാഭ്യാസ മേഖലയിൽ അത്ര മോശമല്ലാത്ത വ്യക്തിത്വങ്ങളൊക്കെ നമ്മുടെ വിശ്വാസി ഗണങ്ങളിൽ, ഞാൻ പെന്തക്കോസ്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ക്രിസ്തു ലോകത്തുണ്ടല്ലോ. എന്നാൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഈ കാണാപ്പാഠം പഠിച്ച് പറയുന്നതായ ഒരു വിശ്വാസം ഒരിക്കലും ഈ കുഞ്ഞുങ്ങളെ നല്ല പാതയിലേക്ക് കൊണ്ടുപോകത്തില്ല. ഈ കുഞ്ഞുങ്ങൾ ഈ മതത്തോട് അവരങ്ങ് വിരോധിക്കത്തേയുള്ളൂ. നമ്മൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ പ്രസംഗിക്കുന്ന ഉടനെ പറയും നമ്മുടെ യൂത്ത്, നമ്മുടെ ചെറുപ്പക്കാരെല്ലാം നമ്മളെ വിട്ട് അവർക്ക് ദൈവഭയമില്ല, അവരെ പഠിക്കുന്നില്ല പഴയ കാലത്തെ പോലെ. അവരെന്ത് കണ്ടും കൊണ്ടാണ് അവർ പഠിക്കേണ്ടത്? ഇപ്പോൾ വേദപുസ്തക ഭാഷ എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ കാലത്ത് ഒരു ഉദാഹരണമായി പറഞ്ഞാൽ യേശു പറഞ്ഞു, 2 പേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ കൈവിടപ്പെടും. ഈ തിരികൽ എന്താണെന്ന് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല, അവർ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ നമ്മൾ അവരെ എന്താണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്? ഇന്ന് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും തിരികൽ എന്താണെന്ന് അറിയില്ല. 2 പേർ പുരമകളിലിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ കൈവിടപ്പെടും എന്ന് പറഞ്ഞാൽ പുരമകളിൽ എന്തുവാ, ഷീറ്റ് ഇടാൻ കയറിയതാണോ എന്ന് പിള്ളേർ ചോദിക്കും. ഇല്ലെങ്കിൽ കോൺക്രീറ്റ് വർക്കിനാണ്. അന്നത്തെ കാലത്ത് പുരമേച്ചിലുണ്ടായിരുന്നു. ആ മേച്ചിലിനെ അതാത് കർത്താവ് ഏത് യുഗത്തിലാണോ ഈ കാര്യങ്ങൾ പറഞ്ഞത്, ആ യുഗത്തിലെ ചില കാര്യങ്ങൾ ഉദാഹരണമായി എടുത്തുകൊണ്ടാണ് കർത്താവ് അന്ന് അതിനെയൊക്കെ നിഷ്കർഷിച്ചെന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളടക്ക അർത്ഥമാണ് പ്രധാനമായിട്ടുള്ളത്. ഇത് ഈ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുവാൻ തക്ക ഒരു ജ്ഞാനം നമ്മുടെ അധ്യാപക സംഘത്തിനുണ്ടാകണം. അല്ലെങ്കിൽ ആ സഭയുടെ ഉന്നത തലങ്ങൾക്കുണ്ടാകണം. അങ്ങനെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി വരണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂത്ത് ക്ലാസ് 1-2 വർഷം ഞാൻ യൂത്ത് ക്ലാസ് പഠിപ്പിച്ചത്. ഞാൻ ഇതേ ഓപ്പൺ ബുക്ക് എക്സാം ഞാൻ അന്ന് ഇന്നത്തേക്ക് ഒരു 10-24 വർഷത്തിന് മുൻപ് ഞാൻ പരീക്ഷിച്ച് കണ്ടുപിടിച്ചതാണ്. 100% വിജയമാണ്. അതിനുശേഷം ഞാൻ പലരോടും ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പക്ഷെ പലർക്കും അതിൻ്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്നും അന്യമായി പോകും. യെസ്, കർത്താവിനെ കുറിച്ച് പഠിപ്പിക്കുന്നതും സുവിശേഷത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതും കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുന്നതും കഴുതപ്പുറത്ത് കർത്താവ് പോയതും, ഇന്ന് കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കഴുതപ്പുറത്തായിരിക്കത്തുള്ള റോൾസ് റോയ്സിലായിരിക്കും പോകുന്നത്.
യെസ്, ഇന്നത്തെ ഏറ്റവും മികച്ച അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് ജഡവാസമെടുത്ത് ഈ 3.5 വർഷം നമ്മുടെ ഇടയിൽ താമസിച്ചിട്ട് തനിക്ക് യാത്ര ചെയ്യുവാനും തനിക്കൊരു ഘോഷയാത്ര നടത്തുവാൻ ആവശ്യമെങ്കിൽ തനിക്ക് വേണ്ടി റോൾസ് റോയ്സ്, നൂറ്റിക്കണക്കിന് റോൾസ് റോയ്സ് അവിടെ കൊണ്ട് നിർത്താൻ തക്കതായ കഴിവുള്ള വിശ്വാസികൾ ഇന്നുണ്ട്. യെസ്, അപ്പോൾ അത്രയ്ക്ക് ലോകം മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ കഴുതപ്പുറത്ത് കിടക്കുക, നമ്മുടെ സുവിശേഷവുമായിട്ട് നമ്മൾ കഴുതപ്പുറത്ത് കിടക്കുക. നമുക്ക് മുന്നോട്ട് വരണം. വേറൊരു കാര്യം പറഞ്ഞാൽ, ഈ പെന്തക്കോസ് ലോകവും ക്രിസ്തീയ ലോകവും ആദ്യമൊക്കെ ഇരുളടഞ്ഞ ലോകത്തിൽ സുവിശേഷം വാരി വിതറിയപ്പോൾ അന്ന് സ്വർഗത്തിൽ പൊന്നൂഞ്ഞാലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തങ്കത്തിന്റെ സ്പൂണ് കൊണ്ടാണ് കഴിക്കാൻ പോകുന്നത്, അങ്ങനെ പള്ളിമേടിലൊക്കെ ഇരുന്ന് നമ്മൾ ആറാടാൻ പോകുന്നു. ഇതൊക്കെ കേട്ട ഉടനെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്നതായ ഒരു കൂട്ടം ജനങ്ങൾ, അല്ലെങ്കിൽ ഒരു ഓലക്കുടിലോ പോലും ഇവിടെയില്ല, കിടന്നുറങ്ങാൻ ഒരു കട്ടിൽ, മാന്യമായ ഒരു കട്ടിലോ കിടക്ക് പോലും ഇല്ലാത്തതായ ജനം, വിളമ്പിക്കഴിക്കാൻ കുമ്പിളിലും ഇലയിലും പട്ടയിലയിലും വാഴയിലയിലും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന, നിലത്ത് കുഴി കുത്തി അവിടെ ഇല വെച്ച് അതിനകത്ത് കഞ്ഞി വിളമ്പി കഴിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് പൊന്നും കൊണ്ടുള്ള സ്പൂണിനകത്ത് കോരിക്കുടിക്കുമെന്നുള്ള ഒരു ആശ്വാസം പ്രത്യാശയൊക്കെ കേട്ടപ്പോൾ അവരെടുത്ത് ചാടി. എന്നാൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഇന്ന് അവരുടെ വീട്ടിൽ പൊന്നു സ്പൂണും കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അവരോട് അപ്പോൾ ആ സുവിശേഷം പറഞ്ഞാൽ അവർ അംഗീകരിക്കത്തില്ല, അവരതിന് ഫോഷ്ക്ക് എന്ന് പറയും. അപ്പോൾ സുവിശേഷം മാഞ്ഞുപോയോ? സുവിശേഷത്തിന് മാറ്റു കുറഞ്ഞു? ഇല്ല, സുവിശേഷത്തിന് മാറ്റു കുറഞ്ഞില്ല. സുവിശേഷം പൊന്നിലും തങ്കത്തിലും ഉന്നതമാണ്. അപ്പോൾ സുവിശേഷത്തെ നമ്മളായിരിക്കുന്നതായ സാഹചര്യങ്ങളും നമ്മുടെ സമൂഹത്തിന്റെ ആ സാംസ്കാരിക നിലയും അനുസരിച്ച് സുവിശേഷത്തെ ഡെവലപ്പ് ചെയ്യുവാനുള്ളതായ അല്പം പോലും അതിന്റെ വാല്യൂ കുറയാതെ അതിമഹത്തായ മാർഗങ്ങളിലേക്ക് നമ്മൾ സുവിശേഷത്തെ കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം. ഇന്ന് നമുക്കറിയാം, ഇന്ത്യയുടെ പല ഭാഗത്തും സുവിശേഷ വിരോധികൾ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇനി ആരാധനയും വടക്കേന്ത്യയുടെ പല ഭാഗത്തും പറഞ്ഞു കേട്ടിട്ടുള്ളതും വായിച്ചു കേട്ടിട്ടുള്ളതും അനേക ആരാധനയങ്ങൾക്ക് വിരോധമായിട്ട് എതിരായിട്ട് പ്രവർത്തിക്കുന്ന പള്ളികൾ ചുട്ടരിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസികളെ ഉപദ്രവിക്കുന്നു, പാർഷന്മാരെയും അച്ഛന്മാരെയും പുരോഹിതന്മാരെയും അവർ അപമാനിക്കുന്നു. ഇതൊക്കെ കാര്യം ശരിയാ. പക്ഷെങ്കിൽ നാളെ എന്നൊരു ലോകമുണ്ടെങ്കിൽ അതിനു മുമ്പ് ദൈവം ടെക്നോളജി ഡെവലപ്പാക്കി ഞാൻ എൻ്റെ വചനത്തെ അവരുടെ ഹൃദയത്തിലാക്കും, അവരുടെ മാംസപ്പലകകളിൽ എൻ്റെ പ്രമാണങ്ങളെ ഞാൻ എഴുതുമെന്നൊക്കെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് വർഷങ്ങൾക്ക്, ആയിരക്കണക്കിന് വർഷത്തിന് മുമ്പ് നമ്മോട് പ്രവചിച്ചിട്ടുള്ളതായ കാര്യം നമ്മൾ മറക്കരുത്. അതെല്ലാം മനുഷ്യന്റെ ഹൃദയത്തിൽ അത് ഉള്ളടക്കം ചെയ്യുവാനുള്ളതായ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം മനുഷ്യജാതിയെയും സംസ്കാരത്തെയും കണ്ടുപിടുത്തങ്ങളെയും കൊണ്ടുവന്നു. അവിടെയും ജീവിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം ഒരു ഡെവലപ്മെന്റ്സിലും മരിക്കപ്പെടുന്നില്ല. എന്നാൽ ഇന്ന് ലോകത്ത് കാണുന്ന ടെക്നോളജികളെ യൂസ് ചെയ്യാൻ നമുക്ക് കഴിവുണ്ടായിരിക്കണം. നമുക്ക് ഒരു തുറന്ന മനസ്ഥിതി വേണം. എങ്ങനെയാണ് മീഡിയ, ഉദാഹരണമായി പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ടെക്നോളജി നാം ഇന്ന് 6Gയിലേക്കാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ 5G ആണ് ജനറേഷൻ, 5G ജനറേഷനാണ്. വളരെ വേഗത കൂടിയ ഇന്റർനെറ്റ് സംവിധാനമാണ്. ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരൊറ്റ ഭവനം പോലുമില്ല, ഒരാരാധനാലയങ്ങളും ഇന്റർനെറ്റ് ഇല്ലാത്തതില്ല. കുറഞ്ഞപക്ഷം മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് ലഭ്യമാണ്. ആ ഇന്റർനെറ്റ് ഒരു കാലത്ത് പാപമെന്ന് നമ്മൾ പഠിപ്പിച്ചിരുന്നു. നോക്കൂ, കമ്പ്യൂട്ടർ പാപമെന്ന് പഠിപ്പിച്ചിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഒരു പുരോഹിതൻ ഒരിടത്ത് നിന്ന് പ്രസംഗിക്കുന്നത് ഞാൻ എൻ്റെ ചെവിയാലെ കേട്ടതാണ്. ഒരു 3 നില കെട്ടിടത്തിന്റെ അത്രയും വലിപ്പമുള്ള ഒരു യന്ത്രം, അതിന്റെ പേര് കമ്പ്യൂട്ടർ. ഇതാണ് അന്തിക്രിസ്തു എന്ന് പ്രസംഗിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. സദ്ദാം ഹുസൈനെ അന്തിക്രിസ്തു എന്ന് വിശേഷിപ്പിച്ചവരുണ്ടായിരുന്നു. അങ്ങനെ വേണ്ട, നമുക്ക് ഭയാനകമെന്ന് തോന്നുന്നതൊക്കെ, നമുക്ക് പരിചയമില്ലാത്തതായ അപരിചിതമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ നമ്മൾ വശീകരിക്കുന്നുണ്ട്, ഉടനെ അതിന് അന്തിക്രിസ്തു എന്ന് പേരിട്ട്, സ്പിരിറ്റ് ഓഫ് ആന്റിക്രൈസ്റ്റ് എന്ന് പേര് കൊടുക്കുന്ന ഒരു പ്രവണത നമുക്ക് മാറണം. കുഞ്ഞുങ്ങളും നമ്മളുമായിട്ട് അടുത്ത് വരണം. കുഞ്ഞുങ്ങൾക്ക് എക്സാം കൊടുത്താൽ തിരുവചനത്തെ പഠിക്കുവാനും വളരെ ഹാർഡായിട്ടുള്ളതായ ഈ തത്വ അധിഷ്ഠിതമായ ചോദ്യങ്ങൾ ചോദിച്ച് കുഞ്ഞുങ്ങളെ അതിന് ഉത്തരം എഴുതുവാൻ അവരെ നോക്കട്ടെ. അവർ ബൈബിൾ നോക്കി എഴുതട്ടെ, അവർ ബൈബിൾ വായിക്കട്ടെ, വേദപുസ്തകം വായിക്കട്ടെ. വേദപുസ്തകത്തിൽ നിന്നും വിദഗ്ധമായിട്ട് യേശുക്രിസ്തുവിലേക്ക് അവരുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ തക്കതായ യോഗ്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വേദപുസ്തകം തുറന്ന് എത്ര മണിക്കൂർ നേരം വേണമെങ്കിലും 2-3 ദിവസം അവരുത്തരം കണ്ടുപിടിച്ചിട്ട് വരട്ടെ. ഞാൻ പരീക്ഷിച്ചത് എങ്ങനെയായിരുന്നു അറിയാം? യൂത്ത് ക്ലാസ്സിൽ ഞാൻ പരീക്ഷിച്ചത് ഒരാഴ്ചയ്ക്ക് മുമ്പ് അവർക്ക് ചോദ്യപേപ്പർ കൊടുത്തു. വളരെ ഹാർഡ് ക്വസ്റ്റ്യൻസ്. അതിനകത്ത്
പെന്തക്കോസുകാരല്ലാത്തവരും ഉണ്ടായിരുന്നു, മാർത്തമക്കാരുണ്ടായിരുന്നു, ജാക്കോബൈറ്റ്സ് ഉണ്ടായിരുന്നു. അവർ വീട്ടിൽ ചോദ്യങ്ങൾ കൊണ്ടുപോയിട്ട് കുഞ്ഞുങ്ങൾ പരിധി നോക്കി, പുസ്തകങ്ങൾ നോക്കി, വേദപുസ്തകം വായിച്ചു, അനേക തെളിവുകൾ വായിച്ചു. ക്രിസ്ത്യാനിറ്റി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നമായ സ്വാധീനതകളെ കുറിച്ചുള്ള ഒരു ഉപന്യാസം എഴുതാൻ പറഞ്ഞു. അല്ലെങ്കിൽ പെന്തക്കോസ്ത് ആത്മീക ജീവിതവും നമ്മളും ക്രിസ്തുവും തമ്മിലുള്ള എങ്ങനെ യുണൈറ്റ് ചെയ്യുന്നൊരു ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അവർക്ക് ഇഷ്ടം പോലെ സമയം കൊടുത്തു. അവർ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി, ബൈബിള് വായിക്കാൻ തുടങ്ങി, പാട്ടുപുസ്തകങ്ങൾ, പാട്ടിലെ രേഖകളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ വികസിതമായ ഒരു മനസ്സിനുടമയായി ആ കുഞ്ഞുങ്ങൾ മാറി. ഇന്ന് നമ്മൾ സൺഡേ സ്കൂളിനെ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയെന്നും യേശു വെള്ളത്തിൽ കൂടെ നടന്നെന്നും ഇന്നൊക്കെ അമാനുഷികമായിട്ടുള്ള മാന്ത്രിക വേലയുള്ളതായ ഒരുപാട് കാര്യങ്ങളൊക്കെ, അതിശയോക്തിയൊക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചാൽ അതിന് കാണാപ്പാഠം പഠിച്ചിട്ട് വാ. അല്ലെങ്കിൽ ലഗ്യോൻ എന്ന് പറഞ്ഞാൽ ആരാണ്, എത്ര വീതം ലഗ്യോനുണ്ട്, അല്ലെങ്കിൽ ഹാനോക്കിന്റെ അപ്പന്റെ പേരെന്താണ്, ഇത് ഹാനോക്കിന്റെ അപ്പന്റെ പേര് പഠിച്ചിട്ട് നമുക്കെന്ത് കാര്യം? സമാഗമന കൂടാരത്തിലെ ഓരോരോ വിശേഷ വസ്തുക്കളുടെയും അർത്ഥങ്ങൾ എന്താണ്, അതെന്താണ്, കളറിന്റെ വ്യത്യാസം എന്താണ്, പൊന്നിന്റെ നൂലിന്റെ, ഈ കുഞ്ഞുങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ദൈവം ശീലോവിലെ കൂടാരം ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ സമാഗമന കൂടാരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ ആരാധനാ പാത്രങ്ങളെല്ലാം ബാബിലോണിൽ നെബൂഖദ്നേസർ കൊണ്ടുപോയി അവിടുത്തെ ബാറിൽ തന്നെ ഉപയോഗിച്ചെന്നുള്ള. ദൈവം അത് മിണ്ടാൻ പോയില്ല. ദൈവത്തിന് അതൊന്നും വലിയ വിഷയമല്ല. ദൈവം ഒരു വിഷയത്തെ കൈവിട്ടു കഴിഞ്ഞാൽ അവിടെ എന്ത് ഉപയോഗിക്കുന്നു, അവിടുത്തെ അത് എങ്ങനെ പിടിച്ചുകൊണ്ട് കർത്താവിന് നിയമപ്പെട്ടകം മാത്രം മനുഷ്യന്റെ കയ്യിൽ സ്വാധീനമായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ നിയമം. അതാണ് ദൈവം കർത്താവ് പഠിപ്പിച്ചത്. ബാക്കിയുള്ള പാത്രങ്ങൾ എങ്ങോട്ട് പോയാലും എന്താ, കർട്ടന്റെ കളറൻ, നമുക്ക് എന്ത് കാര്യം? ബലിപീഠത്തിൽ പൊന്നു പൊതിഞ്ഞോ, കരിക്കട്ടയെടുത്തോ, തൂക്കിയെടുത്തോ, നമുക്കിത് കൊണ്ട് എന്ത് പ്രയോജനം? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രയോജനവും കൊണ്ടുവരത്തില്ല. യേശുവിനെ പരിചയപ്പെടുത്തുക. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവനിൽ എന്ത് വ്യത്യാസമുണ്ടാകുന്നു? യേശുവിനെ പ്രായോഗിക ജീവിതത്തിൽ അവന്റെ ജീവാവസാനം വരെയും എങ്ങനെ കൊണ്ട് നടക്കാം? അതൊക്കെയാണ് വിഷയം. ആ കുഞ്ഞുങ്ങളെ അതിന് പരിചയപ്പെടുത്തി കൊടുക്കുക, യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അല്ലാതെ വേറെ ആ പേരെന്തോ ഈ പേരെന്തോ ഇപ്പോൾ ധാരാളം ബൈബിൾ ക്വിസിലൊക്കെ വായിച്ചാൽ നമുക്ക് ചിരിപ്പ് തോന്നിപ്പോവും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും ഇത് പഠിച്ചിട്ട് എന്ത് കാര്യം? അവർക്ക് എന്താ സ്കോളർഷിപ്പ് കിട്ടി, അവർക്ക് എവിടെ ഉദ്യോഗം നിങ്ങൾ വെച്ചിട്ടുണ്ടോ? ഇതൊന്നും അല്ല. എന്നാൽ അവരുടെ ഉദ്യോഗത്തിലും അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ കഷ്ടതയിലും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും അവരുടെ യാത്രയിലും ജോലിയിലും വേലയിലും ഉയർച്ചയിലും താഴ്ചയിലും അവരുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു യേശുവിനെ അവർക്ക് പരിചയപ്പെടുത്തുവാനുള്ള ടെക്നോളജി നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് മീഡിയ നിങ്ങൾ സ്വായത്തമാക്കൂ, മീഡിയയെ ഉപയോഗിക്കൂ, അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളെ ഉപയോഗിക്കൂ, കണ്ടുപിടുത്തങ്ങളെ ഉപയോഗിക്കൂ. ഏതെല്ലാം രീതിയിലുള്ള ബുദ്ധിയും ജ്ഞാനവും നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് സംസാരിക്കുവാനും വിശകലനം ചെയ്തു കൊടുക്കുവാനും തലമുറകളിലേക്ക് അത് ആഴ്ത്തിറക്കി കൊടുക്കുവാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതാണ് വലുത്. നോക്കൂ, ഞാൻ പേപ്പറിൽ വായിച്ചപ്പോൾ ഓപ്പൺ ബുക്ക് എക്സാം അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും. അത് വിദ്യാഭ്യാസ മേഖലയിലുള്ള വിദഗ്ധരായിട്ടുള്ളവർക്ക് മനസ്സിലായി. ഈ കാണാപ്പാഠം പഠിച്ചിട്ടുള്ളതായ അതുകൊണ്ട് മനുഷ്യനൊന്നും നേടാൻ പോകുന്നില്ല. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിയുടെ കാലമാണ്. ഒരു ചെറിയൊരു ഒരു 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 ചെറിയ ഒരു ചിപ്പ് മനുഷ്യ മസ്തിഷ്കത്തിൽ ഘടിപ്പിച്ചാൽ അവൻ ചിന്തിക്കുന്നത് പോലെ അവൻ സഞ്ചരിക്കും. ഇന്ന് ഒരു പേപ്പർ എടുത്ത് ഫാക്സ് അയക്കുന്നത് പോലെ, അതായത് ടെലിപ്പോർട്ടേഷൻ നിലവിൽ വരുവാൻ പോകുകയാണ്. ഫാക്സ് നമ്മളൊരു പേപ്പർ ഇവിടുന്ന് അയച്ച് വേറൊരു രാജ്യത്തേക്ക് നിമിഷ നേരത്തിന് ആ ഫാക്സ് കിട്ടുന്നു. നമ്മൾ ഇമെയിലിൽ കൊണ്ടൊരു പിക്ചർ അയക്കുന്നു, ടെലിഫോണിൽ കൊണ്ടൊരു പിക്ചർ അയക്കുന്നു. ആ പിക്ചർ ഒരു സെക്കൻഡിനകം അത് വിദൂര 10,000 മൈൽ സഞ്ചരിച്ച് അക്കന്ന് ചെന്ന് അവരുടെ ടെലിഫോണിൽ അത് പതിയുന്നു. ഒരു നമ്പറിനെ അനുധാവനം ചെയ്താണത് പോകുന്നത്, വേറൊരു നമ്പറിലേക്ക് പോകത്തില്ല. നമ്മളൊരു നമ്പർ അടിച്ചാൽ ആ ഫോട്ടോ എടുത്ത് ആ നമ്പറിലേക്ക് അടിച്ചാൽ കറക്റ്റായിട്ട് ആ നമ്പറിൽ തന്നെ ചെന്ന് പതിയും. അപ്പോൾ അത്രയ്ക്ക് ഭയങ്കരമായ എന്താണ് പറയുന്നത്, അത്രയ്ക്ക് സൂപ്പർ കമ്പ്യൂട്ടർ സിസ്റ്റം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസി ലോകത്തിൽ നിലവിൽ വരികയാണ്. നമ്മളിപ്പോഴും കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്ന യേശുവിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നെങ്കിൽ, കർത്താവ് കഴുതപ്പുറത്ത് നിന്ന് കയറി വാനമേഘത്തിൽ തന്നെ എടുക്കപ്പെട്ടു. അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ അല്പം നീണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. കാഹളം ധ്വനിക്കും നമ്മളെല്ലാം ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ ഭംഗിവാക്കായിട്ട് എല്ലാവരും വായിക്കുക.
നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കാര്യമൊക്കെ ശരിയാ. ഉടനെ പിന്നെ എഴുതും, അത്യുന്നതനായ ദൈവം കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തും കൂടെ സ്വർഗത്തിൽ അപ്പോൾ കുഞ്ഞുങ്ങൾ ചിന്തിക്കും, ഇതെന്തൊരു യേശുവാണ്. ഇപ്പൊ 2-3 പൈപ്പും ഓർഗനും ഒക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിയ ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്താണ്? 3 വിധമായിട്ടുള്ള ശബ്ദത്തിന്റെ സങ്കര ശക്തിയാൽ ഉയർത്തെഴുന്നേൽക്കുന്ന ജീവപ്പൊടിപ്പുകളെ കുറിച്ചുള്ളതായ ധാരണ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ, ശബ്ദങ്ങളുടെ സങ്കലനം എന്താണെന്ന് അത് അറിവും ജ്ഞാനവും ഉള്ള കുഞ്ഞുങ്ങളെ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് അതൊക്കെയാണ് മീൻ ചെയ്തത്. അല്ലാതെ ഒരു ദൂതൻ ഒരു പൈപ്പ് പിടിച്ച് ഒരു ഓർഗൻ പിടിച്ച് ഇങ്ങനെ ഊതുന്ന ഒരു ശംഖൂതുന്ന പോലെ ഊത്തമൊന്നും അല്ല. ആ 3 സ്വരങ്ങളുടെ ശബ്ദ സങ്കലനം എന്താണ്? ആ സ്വരങ്ങളുടെ അർത്ഥം, ആ സ്വരങ്ങൾ കൊണ്ട് പണ്ട് എന്താണ് സംഭവിച്ചത്? ആ സ്വരങ്ങൾ 3ഉം കൂടെ സംയോജിതമാകുമ്പോൾ അതിൽ നിന്ന് ഉത്പാദിതമാകുന്ന ജീവന്റെ കെണികൾ, അതൊക്കെ കുഞ്ഞുങ്ങളെ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ നമുക്ക് മിഥ്യാബോധങ്ങളെക്കുറിച്ചും സാങ്കല്പികതയെക്കുറിച്ചുമുള്ളതായ ഒരു അനുധാവനമല്ല ക്രിസ്ത്യാനിറ്റി എന്ന് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ചെറുപ്പക്കാരെ നമുക്ക് വീണ്ടും കിട്ടുവാൻ നമുക്ക് ഇടയാക്കുന്നത്. ഇല്ലായെങ്കിൽ പൗരാണികമായ അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു, അങ്കിൾ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഡാഡി ഇങ്ങനെ പറഞ്ഞു, മമ്മി ഇങ്ങനെ കാണിച്ചു, അല്ലെങ്കിൽ മമ്മി ഇങ്ങനെ അന്യഭാഷ പറഞ്ഞു, അല്ലെങ്കിൽ മമ്മി ഇങ്ങനെ മാമോദീസ മുങ്ങി, പപ്പ അങ്ങനെ പറഞ്ഞു, ഡാഡി അങ്ങനെ പറഞ്ഞു. ഇതെല്ലാം ഒരു സമയത്ത് കുഞ്ഞുങ്ങളിൽ ജ്ഞാനം വർദ്ധിക്കുകയാണ്. ലോകം വളരെ പുരോഗമനത്തിലേക്ക് പോവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ മുഴുവനും ഏതാണ്ട് 60-70% കീഴടക്കുമ്പോൾ അത് ആവിർഭാവനം ചെയ്തതായ അവർ പോലും പറഞ്ഞു, ലോകത്തെ നമുക്ക് പിടിയാലെങ്കിൽ കിട്ടത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളും അതേ വിദ്യാഭ്യാസങ്ങളൊക്കെയാണ് ചെയ്തു വരുന്നത്. അല്ലെങ്കിൽ അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കുവാൻ വിടരുത്, അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള യാതൊരു കാര്യങ്ങൾക്കും വിടരുത്. മനസ്സിലായോ? അപ്പോൾ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാളത്തെ സഭ, നാളത്തെ വിശ്വാസം, നാളത്തെ ആചാരം, നാളത്തെ ആരാധന അത് മഹത്വമായിരിക്കണം. കുഞ്ഞുങ്ങളിലേക്കും തലമുറകളിലേക്കും അത് പൗരാണികമായിട്ടുള്ള എന്തൊക്കെയോ ഒരു ബിംബങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുകയല്ല. അപ്പോൾ അവിടുന്ന് ഒരു ബിംബത്തെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വെച്ചു, ബിംബത്തെ ഗ്രഹബിംബം എടുത്ത് പൊതിഞ്ഞു കെട്ടി കുഞ്ഞുങ്ങളെ കൊടുത്തു, കുഞ്ഞുങ്ങൾ അവരുടെ തലമുറയെ കൊടുത്തു. എന്താണ് ബിംബം? ആ ബിംബത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? കുഞ്ഞുങ്ങൾ ഒരിക്കലും നോക്കാറില്ല. വേദപുസ്തകം ബിംബങ്ങളായി മാറും. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല. കാരണം അവർ കാണാപ്പാഠം പഠിച്ചു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഇന്ന പുസ്തകത്തിൽ നിന്ന് അടുത്ത മാസം എക്സാം ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് എക്സാം. എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എന്ത് പഠിക്കാനാ? ഞാൻ ചോദിക്കട്ടെ, എന്ത് പഠിക്കാനാ? അങ്ങനെ കാണാപ്പാഠം പഠിച്ചിട്ടാ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്ത് നേടാനാണ്? പക്ഷെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ലൂക്കോസ് വൈദ്യൻ എഴുതിയതായ കാര്യങ്ങളെ എന്ത് അടിസ്ഥാനപ്പെടുത്തിയാണെന്നുള്ളതായ ആ വിചാരം കുഞ്ഞുങ്ങൾക്ക് കാണാപ്പാഠം പഠിച്ചിട്ടല്ല എക്സാം എഴുതേണ്ടത്. കുഞ്ഞുങ്ങളോട് നോക്കി വായിക്കാൻ പറയണം. മോനെ, ഇത് നോക്കി വന്ന് വായിച്ചാട്ട് ഇന്ന കാര്യം ആ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, യോഹന്നാനിൽ എഴുതിയിട്ടുണ്ടല്ലോ, മോളതൊന്ന് വായിച്ചേ, മക്കളതൊന്ന് വായിച്ചേ, അതൊന്ന് കണ്ടുപിടിച്ചേ, എന്നിട്ട് ഈ ചോദ്യത്തിനൊന്ന് മറുപടി എഴുതിക്കാട്ടെ, വേദപുസ്തകം കയ്യിൽ ഇരിക്കട്ടെ. എന്താണ് നിങ്ങൾ പരീക്ഷയിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു? കുറെ സമ്മാനങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് 10 വാക്യം, ഒരു 20-200 വാക്യം, ഏറ്റവും കൂടുതൽ വാക്യം പറഞ്ഞ കുഞ്ഞിന് വലിയൊരു സമ്മാനം. ആ കുഞ്ഞിനെ നിങ്ങൾക്ക് എങ്ങനെ നേടാൻ കഴിയും? ചിലപ്പോൾ പാരമ്പര്യമായിട്ട് അവരൊരു ആരാധനയിലോ സംവിധാനത്തിലോ പള്ളിയിലോ ഒക്കെ നിന്നുപോകും. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയാൽ പള്ളിയിൽ കൂടാൻ ആൾക്കാരില്ല. ഞാൻ UK-യിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്യുകയിൽ ഒരുപാട് പള്ളികളെ ഞായറാഴ്ച ദിവസം ഞാൻ ഇങ്ങനെ ഉറ്റുനോക്കിയുണ്ടായി. കാലിയാണ്, വിൽപ്പനയ്ക്കിട്ടേക്കുക. കാരണം കുഞ്ഞുങ്ങൾക്ക് അവിടെ കൂടുവാൻ ഇഷ്ടമില്ല. പുരാതനമായ മനസ്സിലാകാത്ത എന്തൊക്കെയോ കുറെ ചൊല്ലുകൾ, കുറെ പാട്ടുകൾ, ആരാധനക്രമങ്ങൾ. കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുഞ്ഞുങ്ങൾ ഇല്ലാത്തവരാകുന്നില്ല. നമ്മൾ അവരെ ദൈവവിശ്വാസം ഇല്ലാത്തവരാക്കി സൃഷ്ടിക്കുന്നു. അവരെ ദൈവത്തിൽ നിന്ന് അപ്രിയരാക്കി മാറ്റുന്നു. അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ഇഷ്ടവും ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മൾ ബുദ്ധിപരമായിട്ടുള്ള ജ്ഞാനങ്ങൾ അവർക്ക് കൊടുക്കുന്നില്ല. നമ്മൾ സുവിശേഷത്തെ വിഗ്രഹമാക്കുന്നു, ആരാധനയെ വിഗ്രഹമാക്കുന്നു, യേശുവിനെ വിഗ്രഹമാക്കുന്നു, ദൈവത്തെയും നമ്മൾ വിഗ്രഹമാക്കി അവരുടെ പോക്കറ്റിൽ ഇടുവാൻ നോക്കുന്നു. അവർ അങ്ങനെ വിഗ്രഹാരാധികളാകുവാൻ സാധ്യതയില്ല. വരും തലമുറ വിഗ്രഹാരാധന വിട്ടോടുന്ന തലമുറയായിരിക്കും. യെസ്, പണ്ട് കാലത്ത് നമ്മുടെ കാലത്തൊക്കെ വിഗ്രഹാരാധനയിൽ ജനങ്ങൾ ഉത്സുകരായെങ്കിൽ നോക്കൂ, ചില വർഷങ്ങൾക്കുള്ളിൽ വിഗ്രഹാരാധന ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, എടുക്കപ്പെട്ടു. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം വിഗ്രഹങ്ങളെ തകർക്കും. അതാണ്
നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ വീണ്ടും വീണ്ടും ഉപദേശങ്ങളെയും സംവിധാനങ്ങളെയും വിഗ്രഹങ്ങളാക്കി കുഞ്ഞുങ്ങളുടെ പൊതിഞ്ഞു കെട്ടി കൊടുക്കാൻ നോക്കിയാൽ ആധുനിക തലമുറ അത് ഒത്തുകൊണ്ടെന്നിരിക്കത്തില്ല. ഞാൻ ഈ പറയുന്നത് ഒരു പക്ഷെങ്കിൽ ഈ പുതുതലമുറയും കേൾക്കുന്നുണ്ടായിരിക്കാം. ചിലർ ഇഷ്ടപ്പെടും, ചിലർക്ക് ഒരുപാട് വിമർശനങ്ങളാണ്. വിമർശനങ്ങളല്ല വലിയ കാര്യം. നമ്മളൊരു നല്ല കാര്യം പറയുമ്പോൾ സത്യം പറയട്ടെ, 80% കേൾവിക്കാരും വിമർശകരായിരിക്കും. 20%. ആ 20%ത്തെയാണ് ദൈവം നോക്കുന്നത്. ബാക്കി വരുന്ന 20%-ൽ കൂടെ അത് ദൈവം കർത്താവ് പറയുന്നത്, വിതയ്ക്കുന്നവൻ വിതച്ചപ്പോൾ ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് അത് പാറപ്പുറത്ത് വീണു, ചിലത് വഴിയരികെ വീണു, ചിലത് മാത്രമേ നല്ല നിലത്ത് വന്നുള്ളൂ. എന്നാൽ നല്ല നിലത്ത് വന്നതിനും 2 അളവുണ്ട്. ചിലത് 30, 60, 100 മേനിയായി. എന്നാൽ വേറെ ചിലത് മർക്കോസ് പറയുന്നത്, വേറൊരു സുവിശേഷത്തിൽ പറയുന്നത് 100, 60, 30. ഇപ്പോൾ നമ്മൾ 100, 60, 30 കാലഘട്ടത്തിലാണ്. യെസ്, ഒരു കാലത്ത് അത് 30, 60, 100 എന്നായിരുന്നു. അത് എന്നാൽ ഇപ്പോൾ ഡിക്ലൈനിങ് ആണ്. എന്തോ അതിന് താഴോട്ട് ഇറങ്ങി വരിക. 100, 60, 30. 30-ൽ വന്ന് സ്റ്റഡിയായിട്ട് നിൽക്കുക. ബാക്കി 70 എവിടെ? ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ എടുത്തേക്കല്ലാതെ എന്നെ അയച്ചിട്ട് 70% ഡിസപ്പിയർ. യെസ്, നേരത്തെ 30% ഉള്ളായിരുന്നു നഷ്ടപ്പെട്ടതെങ്കിൽ ഇപ്പോൾ 70% നഷ്ടപ്പെട്ടു. 30 ഉള്ളു കയ്യിൽ. ആ 30 മുഴുവനും എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനമായി പാരമ്പര്യങ്ങൾക്കും, പാരമ്പര്യ വിശുദ്ധങ്ങൾ സഭകളുടെ പേരിനും പെരുമയ്ക്കും മഹത്വത്തിനും വ്യക്തി പൂജയ്ക്കും ഇതൊക്കെ അടിമയാണ്. ബാക്കി 2-3% ഉള്ളു ദൈവത്തിന് കിട്ടുന്നത്. ബാക്കിയെല്ലാം പോയി. അതാണ് സുവിശേഷത്തിന്റെ സഭകളുടെയും അവസ്ഥ. ഇതിൽ നിന്നൊരു വ്യത്യാസമുണ്ടാണ്. നോക്കൂ, ലോകത്തിൽ വ്യത്യാസമുണ്ടാകും. ഓപ്പൺ ബുക്ക് എക്സാം, അതാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ എക്സാം എഴുതാൻ പോകുന്നത് പാഠപുസ്തകങ്ങളുമായിട്ടാണ് പരീക്ഷാ ഹാളിലേക്ക് പോകുന്നത്. ഒരു കാലത്ത് കോപ്പി അടിക്കുന്ന, സൺഡേ സ്കൂളിൽ കോപ്പി അടിച്ച പിള്ളേരെ ഇറക്കി വിട്ടാൽ അവരെല്ലാം കള്ളന്മാരായി നശിച്ചു പോയ ചരിത്രം എനിക്കറിയാം. അവരും ഒരിക്കലും പിന്നെ സഭയിലോട്ട് കയറിയിട്ടില്ല. ഒരു തുണ്ട് പേപ്പർ, ഒരു വാക്യമോ ഏതെങ്കിലും ഒരു പേരോ എന്തെങ്കിലും ഒരു അറിഞ്ഞുമർ കൂടാത്തത് പേപ്പറിലെ കയ്യിലോ എഴുതിയിട്ടുള്ളത് കോപ്പി അടിച്ചത് പിടിച്ച വിദഗ്ധന്മാരായിട്ടുള്ള ഭയങ്കര മെഡിക്കൽ എക്സാമിന് എന്താ അതിന് പറയുന്നത്, കളക്ടറാകാൻ പരീക്ഷ എഴുതുന്ന പോലുള്ളതായ ക്വാളിറ്റി കൺട്രോളിംഗ് ആണ്. അവരെ കോപ്പി അടിക്കുന്നവരെ പിടിച്ചു, സമൂഹത്തിൽ കൊണ്ടുവന്ന് അവനെ പരിഹസിച്ചു, ആക്ഷേപിച്ചു. ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ജീവിക്കുവാനും കർത്താവിനെ കുറിച്ച് ഒരു നല്ല വാക്ക് എഴുതണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവൻ എഴുതിക്കൊണ്ടുവന്നു. അവൻ എഴുതട്ടെ. അവൻ കർത്താവിനെ കുറിച്ച് നോക്കിയല്ല, വായിച്ച് മുഴുവൻ പുസ്തകങ്ങളും കൊണ്ടുവന്ന് എഴുതട്ടെ. യേശുവിനെ കുറിച്ച് അവൻ വായിക്കട്ടെ, ദൈവത്തെക്കുറിച്ച് പഠിക്കട്ടെ. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരണം. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് വളരെ നാളുകൊണ്ട് ആഗ്രഹം. ഇനിയും വളരെയധികം കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചു പറഞ്ഞാൽ അത് വിമർശകർ കൂടും. വിമർശിച്ചാലും ഇല്ലെങ്കിലും നാളത്തെ സഭാ സംവിധാനം, വിശ്വാസം, ജീവിതം, കുഞ്ഞുങ്ങളിൽ ദൈവത്തിന്റെ ആ ഭയം, ദൈവഭയം നിലനിർത്തണമെങ്കിൽ വി മസ്റ്റ് ഫോളോ ഓപ്പൺ ബുക്ക് എക്സാം സിസ്റ്റം ഫോർ അവർ സൺഡേ സ്കൂൾ. ചേഞ്ച് ദ ഓൾ അൾട്ടിമേറ്റ് സിലബസസ്. അതിൻ്റെ എല്ലാ സംഗതികളും മാറ്റുക. പഴങ്കഥകളെയും അന്ധവിശ്വാസങ്ങളെയും അത് ഇതിനെ കാണിക്കുന്ന, അത് ഇതിനെ ഒന്നും കാണിക്കുന്നില്ല. അത് എന്തിനെ കാണിക്കുന്നു? വള്ളം എന്തിന്, പടക് എന്തിനെ കാണിക്കുന്നു? പടക് എന്താ കാണിക്കാനാ? പടകിനെ കാണിക്കുക. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുഞ്ഞുങ്ങളെ അവരുടെ തലമണ്ടയിൽ പ്രവേശിപ്പിക്കാതെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരിക. യേശു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം. ഇറ്റ് ഇസ് എ റിയാലിറ്റി. ജീസസ് ഈസ് എ റിയാലിറ്റി. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവത്തിന് ആ സ്പിരിറ്റിൽ കൂടെ സഞ്ചരിച്ച് മനുഷ്യന്റെ മുകളിലേക്ക് വരുവാൻ കഴിയും. മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ശരീരയോഗത്തിൽ യേശുവിന്മേൽ വസിച്ചു. ഒരു ശരീരമാണ് വന്ന് പതിച്ചത്. അതിന് അപ്പോൾ കുഞ്ഞുങ്ങളെ അങ്ങനെ വിശ്വാസം ഉടലെടുക്കുന്ന, നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുന്ന സംവിധാനത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. വരും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഉപദേശങ്ങൾ നമ്മൾ വിചിന്തനം ചെയ്യുക. അവിടെ പോകാം, ഇവിടെ പോകാം, സിയോനിൽ പോകാം, യെരുശലേമിൽ പോകാം, അവിടെ പോകാം, ചാർട്ടുകൾ വരച്ചു. നമ്മൾ സ്വർഗത്തിന്റെ പടം വരയ്ക്കാൻ നമുക്ക് സ്വർഗത്തെക്കുറിച്ച് എന്തറിയാം? കുഞ്ഞുങ്ങളെ വരച്ച് പഠിപ്പിക്കുക. നിങ്ങൾ ഇവിടെ പോകും, ഞങ്ങൾ അവിടെ പോകും, അവിടെ പോകും, ഇവിടെ. ഒരിക്കൽ ഒരു 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 ഉദാഹരണം പറഞ്ഞാൽ, ഒരേ മതത്തിലെ 2 വിശ്വാസികൾ, ഒന്ന് ഉന്നത വിശ്വാസമുള്ളവരും ഒന്ന് താഴ്ന്ന വിശ്വാസമുള്ളവരും. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ.
ഇവർ രണ്ടുപേരും കൂടെ ഒരു വള്ളത്തിൽ യാത്ര ചെയ്യാറ്. അപ്പോൾ ഉന്നത ശുശ്രൂഷക്കാരനും മറ്റുള്ള വിശ്വാസങ്ങളിൽ ഉന്നത മത അല്ലെങ്കിൽ എന്തുവാ സമൂഹത്തിൽ ഉന്നതമായിട്ട് നിൽക്കുന്ന ആള് രണ്ടുപേരും വെള്ളം കുടിച്ച് ചാകാൻ പോവുക. വെള്ളം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാറിന്റെ നടുക്ക് വെള്ളം കുടിച്ച് ചാകുകൊണ്ടിരുന്നപ്പോൾ ഉന്നത ചിന്തയുള്ളതായാൽ സമൂഹത്തിൽ ഉന്നതമായി ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തി പറഞ്ഞിട ഇവന്റെ കൂടെ എങ്ങനെയാ ചാകുന്നത്, ഇവനെ എന്നെയും കൂടെ ദൈവത്തിന് എങ്ങനെയാ തിരിച്ചറിയുന്നത്? അപ്പൊ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, കുറച്ച് വെള്ളം കലക്കി അങ്ങ് കുടിക്കുക. കാരണം പിന്നീട് പരീക്ഷിച്ചാൽ ദൈവം പരീക്ഷിക്കുന്നുണ്ട്, ഇവൻ കലക്കവെള്ളം കുടിച്ചും ഞാൻ തെളിവെള്ളം കുടിച്ചുമാണ് ചത്തതെന്നുള്ളത്. ഒരേ ശിക്ഷാവിധിയിൽ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ അവിടെയും വിവേചനം, അവിടെയും വേറുകൃത്യം, അവിടെയും സത്യത്തിന് കൂട്ടുനിൽക്കാത്തതായ, അല്ലെങ്കിൽ ഇന്നടത്ത് ഞാൻ പോകും, ഇന്നടത്ത് അവര് പോകും, എനിക്ക് ഇവിടെ ഇരിക്കും, എന്റെ കസേര ഇവിടെയാണ് അവിടെയാണ്. നമ്മൾ ആരാണ് കസേര നിശ്ചയിക്കുവാൻ? ദൈവമല്ലേ ഇതൊക്കെ തീരുമാനിക്കുന്നത്? ദൈവം നമ്മളെ ആരെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോയി അവിടുത്തെ കസേരയുടെ സംവിധാനങ്ങൾ കാണിച്ചോ? അതിരുകൾ എഴുതി തന്നോ? നമുക്ക് പ്രമാണം എഴുതി തന്നിട്ടുണ്ടോ? അന്ധവിശ്വാസങ്ങളെയും അന്ധ ആചാരങ്ങളെയും കുഞ്ഞുങ്ങളിൽ കുത്തിവെക്കരുത്. സ്വർഗം എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ്? സ്വർഗം അത് മനുഷ്യ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അവൻ സ്വർഗമായി ഭൂമിയിൽ ജീവിച്ച് സ്വർഗമായി എടുക്കപ്പെടുന്നതായ ഒരവസ്ഥയെക്കുറിച്ചുള്ളതായ യാഥാർത്ഥ്യങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഓതിക്കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ സംവിധാനം നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഫാനിൽ നിന്ന് കറണ്ട് പോയാലും ഫാൻ കുറച്ചു നേരം ആടിയിട്ട് നിൽക്കുന്നത് പോലെ ഒരു സമയത്ത് ഇത് ടാ പറഞ്ഞങ്ങ് നിൽക്കും. പിന്നീട് അതിന് ഉയർപ്പുണ്ടാകത്തില്ല, കോലങ്ങളാകും. അങ്ങനെ ഒരുപാട് മൊണ്ടാനിസം അങ്ങനെ ഒരുപാട് ഇസങ്ങളൊക്കെ തുടങ്ങി വലിയ പ്രകമ്പനങ്ങളൊക്കെ ലോകത്തിൽ കാണിച്ചു. ചില വർഷങ്ങളോളം അതൊക്കെ ഓടി. ഒടുവിൽ അതെല്ലാം അസ്തമിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. അങ്ങനെ ഒരു അന്ധകാരത്തിൽ നിന്ന് ഈയിടെ ഞാനൊരു ന്യൂസിൽ ഇങ്ങനെ വായിക്കുകയുണ്ടായി. വിശ്വസിക്കുന്നവൻ സർപ്പം വെപ്പവിഷം കുടിച്ചാലും ചാകത്തില്ലെന്ന് ദൈവത്തിന്റെ കർത്താവിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് പോലും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിങ്ങനെ അമേരിക്കയിൽ ഒരിടത്ത് ശുശ്രൂഷ ചെയ്യുന്നത് മൂർഖൻ പാമ്പിനെ വീട്ടിൽ വളർത്തുക പാസ്റ്റർ. എന്നിട്ട് ആ മൂർഖൻ പാമ്പിനെ കയ്യിൽ ഇങ്ങനെ എടുത്തും കൊണ്ട് ഇങ്ങനെ കളിപ്പിച്ചും കൊണ്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. എന്നിട്ട് താൻ പ്രിറ്റൻഡ് ചെയ്യുകയാണ് വിശ്വാസത്തോടുകൂടി ഈ സർപ്പം കടിച്ചിരുന്നാലും സർപ്പത്തിന്റെ പൊത്തിൽ കൈയിട്ടിരുന്നാലും ശരി, അത് നമുക്ക് ദോഷകരമായ ബാധിക്കത്തില്ല, വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണെന്ന് പോലും. ഒരു ദിവസം ആ മൂർഖന് ഒരൊറ്റ കൊത്തു കൊടുത്തു. തീർന്നു, മൂർഖന്റെ കഥ കഴിഞ്ഞു. അതോടുകൂടി അദ്ദേഹത്തിന്റെ മകൻ പിന്നെ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഇല്ലായ്മകളെ, അന്ധവിശ്വാസങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന സംവിധാനം നിർത്തണം. അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് യാഥാർത്ഥ്യങ്ങളിൽ കൂടെ കർത്താവിനെ കാണുക, യേശുവിനെ കാണുക, മതത്തെ, ആചാരത്തെ, അനുഷ്ഠാനങ്ങളെ, ആരാധനകളെ പുനഃസംഘടിപ്പിക്കുക. നല്ലൊരാശയം ബുദ്ധിമാന്മാരായ അധ്യാപകരുണ്ടാകുക, ബുദ്ധിമാന്മാരായ പുരോഹിതന്മാരുണ്ടാക്കുക. അവർ കൂടിച്ചേർന്നിരുന്ന് കൂടി ആലോചിച്ച് എങ്ങനെ നാളത്തെ തലമുറയെ നമുക്കെങ്ങനെ രക്ഷിക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു രാത്രി കൊണ്ട് കർത്താവ് ഓടിപ്പിടിച്ച് നാളത്തെ മുഴക്കം കേൾക്കുന്ന ഉടനെ ഇറങ്ങി വരുന്നതല്ല. പലരും പല രീതിയിലൊക്കെ പ്രസംഗിക്കും, പല രീതിയിലുള്ളതായ അവതരണങ്ങളൊക്കെ നടത്തും. അതല്ല ശരി. കർത്താവിന്റെ വരവും ക്രിസ്തു രണ്ടാമത് വരവും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെങ്കിൽ അതെങ്ങനെ, എവിടെ, എങ്ങനെയാണ് വരുന്നത്, ആർക്കാണ് കാണാൻ കഴിയുന്നത് എന്നൊക്കെയുള്ളതായ തത്വോചിതമായിട്ടുള്ളതായ കാര്യങ്ങളെ വാസ്തവമായി ഒരു കുഞ്ഞിന്, ഒരു ശിശുവിന് പോലും അംഗീകരിക്കുവാൻ കഴിവുള്ള രീതിയിൽ അതിനെ സുതാര്യമാക്കി കുഞ്ഞുങ്ങളിലേക്ക് കൊണ്ടുവരിക. അവർക്ക് കടക്കാനൊക്കാത്തതും ഇരിക്കാനൊക്കാത്തതുമായ ഒരു കസേര അവരെ കാണിച്ചാൽ അവർ ഒരിക്കലും ആ വഴിക്ക് വന്നു തിരിയത്തില്ല. നമുക്ക് അർഹതയില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പോരാടുമോ? ഇല്ല, ഒരിക്കലും പോകില്ല. വല്ലവിധേനയും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് വല്ലവിധേനയും മരിച്ചവരുടെ നിന്നുള്ളൊരു പുനരുത്ഥാനം അത്ര ഈസിയല്ല. അപ്പോൾ അങ്ങനെ ഒരു പുനരുത്ഥാനം പ്രാപിക്കുവാൻ ഞാൻ പോരാടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പൗലോസ് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയം തോന്നുന്നില്ലേ? അപ്പോസ്തലനായ പൗലോസിന് പോലും വല്ലവിധേനയും എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര നിസ്സാരമായിട്ടാണ് ആ കാര്യങ്ങളെയൊക്കെ നമ്മൾ കാണുന്നതും ഉപദേശിക്കുന്നതും. ഒരു വ്യത്യാസം ഉണ്ടാകുവാൻ എൻ്റെ ഈ വീഡിയോ എൻ്റെ കേൾവിക്കാർക്ക് അത് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് തുടങ്ങണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അധ്യയനം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അഭ്യസനം, യേശുവിനെ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് കഴുതപ്പുറത്തിരിക്കുന്ന യേശുവും അല്ലെങ്കിൽ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ യേശുവൻ അതിനെക്കാട്ടിലും വളരെ യോഗ്യതയുണ്ടെന്ന്. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു ഒരു കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി, അങ്ങനെ എത്രയോ പേര് വീഞ്ഞാക്കി കാണും. ക്രൂശിക്കപ്പെട്ട യേശുകൾ, എത്രയോ യേശുക്കളെ ക്രൂശിച്ചു കാണും.
യേശുവിനേക്കാൾ മൃഗീയമായി കൊല ചെയ്യപ്പെട്ട വിശ്വാസികളുണ്ട്, രക്തസാക്ഷികളുണ്ട്. മണിക്കൂറുകൾ ഐസിനകത്ത് കിടന്നും തീക്കകത്ത് കിടന്നും വെന്തുരുകി ചത്തതായ, യേശുവിന് വേണ്ടി മാറാത്ത സ്നേഹത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ബലിയാടുകളായിട്ടുള്ള വിശ്വാസിഗണങ്ങളില്ലേ? നമ്മൾ അവരെ ആരാധിക്കുന്നുണ്ടോ? യേശുവിന്റെ മരണത്തിൽ തന്നെ ഇത്ര വലിയ വിശേഷതകൾ കാണാൻ. കർത്താവിന്റെ മരണമെന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും അതിൽ കൂടെ ഉരുത്തിരിഞ്ഞ ദൈവത്തിന്റെ പുത്രത്വം, ആ സ്നേഹം, മനുഷ്യനെ തേടി വന്നതായ സ്നേഹത്തിന്റെ മാധുര്യത, വിശ്വാസത്തിന്റെ ദൃഢത, സമാധാനത്തിന്റെ ആഴം, ഇതൊക്കെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പകരുവാൻ നമുക്ക് ക്രൂശും മരണവും കഴുതയും വീഞ്ഞുമൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇല്ലാതെയും സത്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ കുഞ്ഞുങ്ങളിലേക്കും വ്യക്തികളിലേക്കും ബുദ്ധികളിലേക്കും ജ്ഞാനങ്ങളിലേക്കും സ്ഥിരാകേന്ദ്രങ്ങളിലേക്കും രക്തധമനികളെയും ആവേശിക്കുവാൻ കഴിവുള്ളതാണ് യേശുവിന്റെ സ്നേഹം. ആ വിശ്വാസം അതിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാൻ നമ്മൾക്ക് കഴിയണം, നമുക്ക് സാധിക്കണം. സമൂഹങ്ങൾ സാധിക്കണം, സഭകൾക്ക് സാധിക്കണം, മതങ്ങൾക്ക് സാധിക്കണം. അതാണ് നാളത്തെ ലോകം. ഇല്ലായെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നും കൈവിട്ടുപോകും. ആരാണ് കൈവിട്ട് പെട്ടത്? കുഞ്ഞുങ്ങളെ നശിപ്പിച്ചത് ആരാ? അവരാണോ? ഇല്ല, നമ്മളാണ്. അവരോടൊപ്പം ഓടുവാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മൾ അവരെ എവിടെ ഓടുവാൻ അനുവദിച്ചോ ആ ട്രാക്കിൽ ഓടുവാൻ നമ്മൾ അനുവദിച്ചില്ല. അതാണ് സത്യം. ഒരു വിചിന്തനം ഈ വിഷയത്തിൽ ഉണ്ടായി. ഓപ്പൺ ബുക്ക് എക്സാം ബേസിക്, അതാണ് നമ്മുടെ തുടക്കം. ഓപ്പൺ ബുക്ക് എക്സാം എന്ന ഒരു സംവിധാനം നമ്മൾ ഉൾക്കൊണ്ട് കുഞ്ഞുങ്ങളെ വേദപുസ്തകവും മറ്റുള്ള പുസ്തകങ്ങളും അനേകരുടെ പുസ്തകങ്ങളും വായിച്ച്, ആ കൃതികളൊക്കെ വായിച്ച് നല്ല ഒരു ഉത്തരം എഴുതുവാൻ അവരെ പ്രാപ്തരാക്കി ചോദ്യപേപ്പറുകൾ അവരുടെ വീട്ടിൽ കൊടുത്തയക്കേ. അവരുടെ മാതാപിതാക്കളോട് ചോദിക്കട്ടെ, വേണ്ടപ്പെട്ടവരോട്, അറിവുള്ളവരോട് ചോദിക്കട്ടെ, ഡാഡി ഇതിന്റെ അർത്ഥം എന്താണ്, അപ്പൊ മമ്മി ഇതിന്റെ അർത്ഥം എന്താണ്, എവിടെയാണ് എഴുതിയിരിക്കുന്നത് ചോദ്യം. എന്നിട്ട് അത് പറഞ്ഞു കൊടുത്തിട്ട് ആ ബുക്കുമായിട്ട് അവർ പോട്ടെ, അവരുടേതായ സെന്റൻസിൽ അതൊക്കെ ഒന്ന് എഴുതട്ടെ. അതാണ് നാളത്തെ ലോകം നേടുവാൻ നമുക്ക് കഴിയുന്നത്. ഗോഡ് ബ്ലെസ് യു.